അപ്പോൾ നമസ്കാരം, രഞ്ജിത് ഡയറക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഒരു മാസത്തിലേക്ക് നമ്മളിവിടെ 3 വെള്ളപ്പൊക്കം വന്നു. അപ്പം അതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പം വെള്ളം ഇറങ്ങിയതിൻ്റെ ഒരു വീഡിയോ കൂടെ ഇടാമെന്ന് വെച്ചു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഗീവ് അവേയും കൂടെ ഒന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളൊരു ചെയ്തൊരു വീഡിയോയെ ബേസ് ചെയ്തൊക്കെ നമ്മൾ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. നമുക്ക് ചെറിയ സ്പോൺസറൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരാൾക്ക് സമ്മാനം കൊടുക്കാമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു 3 പേർക്കെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അധികമൊന്നും ആയിട്ടില്ല. നമുക്കിപ്പം ഏകദേശം ഒരു 250 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 500 സബ്സ്ക്രൈബേഴ്സ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഈ ഗീവ് അവേയുടെ ഇപ്പോൾ ചോദ്യം നമ്മളിപ്പോൾ ഇന്ന് ചോദിക്കും. അതിൻ്റെ വിജയം നമ്മൾ പ്രഖ്യാപിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തെറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോയത് എൻ്റെ വീടിൻ്റെ ഭാഗമാണ്. അതിൻ്റെ അവിടെ ഇവിടെ മുറ്റത്തെല്ലാം വെള്ളമുണ്ട്. നമ്മുടെ ഇവിടുത്തെ വെള്ളമെല്ലാം ഇറങ്ങി. ഇവിടെ എല്ലാം വെള്ളമായിരുന്നു. ഇവിടെ ഏകദേശം ഇവിടം വരെ വെള്ളമുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് മാർക്കിങ് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഏകദേശം ഇത്രയും ഭാഗത്ത് ഇവിടെ വെള്ളമുണ്ടായിരുന്നു. ഇത്രയും വെള്ളം വെച്ചപ്പം മഴയൊക്കെ മാറി വെയിലായി. അപ്പോൾ ഇടയ്ക്കൂടെ മഴ പെയ്തില്ലെങ്കിൽ നമുക്കിവിടെ ഭയങ്കര പ്രശ്നമാണ്. കാരണം വെള്ളമൊക്കെ നല്ല സ്മെല്ലായിരിക്കും. ഈ പുല്ലഴുകിയിട്ടും ഈ ചപ്പും കാറും എല്ലാം അഴുകിയിട്ട് നല്ല സ്മെല്ലായിരിക്കും. ബാഡ് സ്മെല്ലായിരിക്കും. ഇവിടുത്തെ വെള്ളമെല്ലാം ഇറങ്ങി. വെള്ളത്തെ കളർ കാണും പറയും കേട്ടോ. ഒഴുക്കായി ഇച്ചിരി പച്ച കളർ, ഇച്ചിരി പച്ചയും ബ്രൗണും മിക്സായിട്ടുള്ളൊരു കളറാണ്. വെള്ളം ഉണ്ടായെന്ന് വെച്ചാൽ അതിൻ്റെ ഇവിടെ ഒരു പാട് വരും. ഇച്ചിരി വെയിലൊക്കെ ആകുമ്പോൾ ഇവിടെ തെളിഞ്ഞ് വരും. ഇത്രയും ഉണ്ടായിരുന്നു. ഇവിടെയും വെള്ളം ഈ ഭാഗം വരും. കഴിഞ്ഞ 2023 നമുക്ക് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു ഭാഗത്ത് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, ഇച്ചിരി ബ്രൗണായിട്ടുള്ള കളർ, പച്ചയും ബ്രൗണും ചേർന്നൊരു മിക്സ്, വല്ലാത്തൊരു കളർ. റോഡിലേയും കൂടെ കാണിക്കാം. ഇവിടെ നമ്മുടെ ജംഗ്ഷനിൽ മാത്രമേ വെള്ളമുള്ളായിരുന്നു. ഇങ്ങോട്ടൊന്നും റോഡിൽ കയറിയില്ല. വെയിലുണ്ട്. ഇപ്പോൾ എല്ലാവരും തുണിയൊക്കെ ഇവിടെ ഉണക്കാനിട്ടുണ്ട്. ഇത് കുഴിയിലെ വെള്ളം കാണിക്കാം. കുഴിയിൽ അത്യാവശ്യം വെള്ളമുണ്ട്. വെള്ളം ഇറങ്ങുന്നുണ്ട്. 2 ദിവസം കൊണ്ട് വെള്ളം മാറുമായിരിക്കും. മഴക്കാറുണ്ട് ആകാശത്ത്, പക്ഷേ വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. രാവിലെ ചെറുതായിട്ടൊന്ന് മഴ പെയ്ത്. ഇന്നലെ ഒന്നും കാര്യമായിട്ട് മഴയില്ലായിരുന്നു. രാവിലെ ചെറുതായിട്ടൊന്ന് പെയ്ത്. ചിലപ്പോൾ പെയ്യുമായിരിക്കും. കാരണം മഴ പെയ്തെങ്കിൽ നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുണ്ട്. മഴ പെയ്തെങ്കിലേ വെള്ളം ഇറങ്ങുമ്പോൾ മഴ കൊണ്ട് പെയ്തെങ്കിലേ ഈ വെള്ളം ഇതാകത്തില്ല. ഇല്ലെങ്കിൽ ഈ പുല്ലെല്ലാം കൂടെ അഴുകണം. ഇപ്പോൾ തന്നെ ഈ പുല്ല് കണ്ടോ, ഈ പുല്ലിൻ്റെയൊക്കെ കളർ കണ്ടോ, ഇതുമാതിരി വല്ലാത്ത കളറായത്. കാണിക്കാം. ഇവിടെ കാണിക്കും കറക്റ്റായിട്ട്. ഈ റിഫ്ലക്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോക്കകത്ത് കാണുമെന്ന് നമുക്കറിയത്തില്ല. ചെയ്യണ്ട വെള്ളത്തിന് കളർ തന്നെ. ഈ കലക്കവെള്ളം കയറിയിട്ട് ഉന്തും കൂടെ അടിക്കും. പിന്നെ ഈ പുല്ലെല്ലാം അഴുകുമ്പോഴത്തേക്കിന് ഭയങ്കര സ്മെല്ലാണ്. ഇപ്പം ചെറിയ സ്മെല്ലുണ്ട്, പക്ഷെ മഴ കൂടെ പെയ്തില്ലെങ്കിൽ നല്ല സ്മെല്ലാണ്. കാരണം കഴിഞ്ഞ വെള്ളം കയറിയപ്പോഴൊക്കെ നല്ല സ്മെല്ലായിരുന്നു. ഭയങ്കര മണമായിരുന്നു. നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ തൊട്ടപ്പുറത്തെ തോടുണ്ട്. തോട്ടിൽ അവിടെ ആണെങ്കിൽ ഒട്ടും പറ്റത്തില്ല. അവിടെ വീടിൻ്റെ സൈഡിൽ താമസിക്കുന്നവരൊക്കെ, ആ കര താമസിക്കുന്നവരൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അതുപോലെ സ്മെല്ലാണ്. പിന്നെ നമ്മളിവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ ഇപ്പോൾ നല്ലൊരു വെള്ളപ്പൊക്കം വന്നാലും നമുക്ക് കൂടിപ്പോയിക്കാൻ 4-5 ദിവസത്തെ ബുദ്ധിമുട്ട്, അല്ല ഒരാഴ്ചത്തെ ബുദ്ധിമുട്ട്. പ്രളയത്തിനൊക്കെ നമുക്ക് 2-3 ആഴ്ച ബുദ്ധിമുട്ടാണ്. അല്ലാതെ ഒരു വെള്ളം വന്നാൽ 5 ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ചത്തെ ഒരു ബുദ്ധിമുട്ട് വരും. വെള്ളം പിന്നെ പതുക്കെ ഇറങ്ങിപ്പോവും. നമുക്ക് കടകളിലൊക്കെ പോകാൻ സാധനം വാങ്ങിക്കാൻ ബുദ്ധിമുട്ട്.
പിന്നെ ഇപ്പോൾ ഇവിടെ കേബിള് ഇപ്പോൾ ഇങ്ങനത്തെ ഇലക്ട്രിക് മറ്റേ നമ്മുടെ ഈ കോട്ടിങ്ങുള്ള കേബിളാക്കി. അപ്പോൾ അതുകൊണ്ട് പണ്ടൊക്കെ വെള്ളം മുങ്ങിയാൽ നമുക്ക് വെള്ളം മുങ്ങുമ്പോൾ തന്നെ ഇവിടുത്തെ കറണ്ടെല്ലാം പോകും. ഇപ്പോൾ പിന്നെ അങ്ങനെ കറണ്ടൊന്നും പോകുന്നില്ല ഇതുള്ളതുകൊണ്ട്. കിലോൺ കേബി അങ്ങനെ തന്നെ, അതിന് കേബിളൊന്നുമില്ല. പക്ഷേ താഴത്ത് നമുക്ക് ഈ വീട്ടോടുള്ള കണക്ഷൻ തരാൻ വേണ്ടിയുള്ള ഈ ലൈൻ ഉണ്ടല്ലോ അതെല്ലാം കേബിളാക്കി. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കറണ്ട് പോക്കില്ല, ഇല്ലെങ്കിൽ കറണ്ട് എപ്പോഴും പോകും. വെള്ളപ്പൊക്കം വന്നാണ് ഇവിടുത്തെ അവിടെ ജംഗ്ഷനിലൊരു ട്രാൻസ്ഫോമറുണ്ട്, അവിടെ ഫീസ് വരും, ഇവിടുത്തെ ലൈൻ കണക്ഷൻ എല്ലാം വിച്ഛേദിക്കും. കാരണം വെള്ളമല്ലേ, അതുകൊണ്ട് അവരെപ്പോഴും ഓഫ് ചെയ്യും. ഇപ്പോൾ അങ്ങനെ ഇതിപ്പോൾ കഴിഞ്ഞ വർഷം കേബിൾ ഇട്ട്, അതുകൊണ്ട് പിന്നെ അങ്ങനെ കറണ്ട് കട്ടില്ല. വലിയ വെള്ളം വന്നാൽ ഞാൻ അവർ ഓഫ് ചെയ്യും കേട്ടോ. നല്ല ഹൈറ്റിലേക്ക് വെള്ളം വന്നു, ഇപ്പോൾ ഈ റോഡിലൊക്കെ ഒരു 3-4 അടിയൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാൽ അവർ ഓഫ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഗീവ് എവേയുടെ ചോദ്യം ഇതാണ്. ചോദ്യം സിമ്പിൾ തന്നെയാണ്. നമ്മൾ മണ്ടർ വാട്ടർഫോൾസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ കുടുംബശ്രീയുടെ ഒരു കഫേയാണ്. കഫേ എന്ന് വെച്ചാൽ നിങ്ങൾ വലിയ കഫേ എന്നല്ല, വീഡിയോ കണ്ടവർക്ക് അറിയാം. അപ്പം നമ്മുടെ ഈ തണ്ണീർത്തോട് പോകുന്ന ഭാഗത്ത് അടവിയിലാണുള്ള ഒരു മുണ്ടോമി സ്ഥലത്തു നിന്നുള്ളൊരു കുടുംബശ്രീ ചേച്ചിമാരിറങ്ങുന്നൊരു കഫേ അത്. അപ്പോൾ ആ കഫേയുടെ പേരെന്താണെന്ന് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ശരി ഉത്തരവിക്കുന്ന 3 പേർക്കായിരിക്കും നമ്മൾ സമ്മാനം കൊടുക്കുക. അപ്പോൾ സമ്മാനം എന്താണെന്നൊക്കെ നമ്മൾ പുറകാലുള്ള വീഡിയോയിലേക്ക് അറിയിക്കും. അപ്പോൾ നമ്മൾ സ്പോൺസർ എന്നാവില്ല, നമ്മൾ ഒരു സ്പോൺസറുണ്ട്. അപ്പോൾ സ്പോൺസർ ഒരാൾക്കാണ് നമ്മൾ പറഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു 3 പേർക്ക് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ പുള്ളി ഒരാൾക്ക് തരും, ബാക്കി 2 പേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ വേഗം. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പം ഗിവയുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പം ചെറിയൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാകും. എന്നിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് കഫേയുടെ പേരൊക്കെ. അപ്പോൾ അത് വണ്ടർ വാട്ടർഫോൾസിൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണം നിങ്ങൾ ആ ശരി ഉത്തരം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി ഉത്തരം അയക്കുന്ന 3 പേർക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് കഴിയുമ്പോഴാണ് നമ്മളിത് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് കൂടെ കാണണമെങ്കിൽ നമ്മുടെ പേജിൽ നിന്ന് ഫോളോ ചെയ്യുക. അപ്പം എന്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ കമൻറ്റ് തെറ്റിട്ടും ക്ഷമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. ദിസ് ഈസ് രഞ്ജിത്ത് സൈനിങ് ഓഫ്.